സിന്ദൂരരേഖ. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 25. ആദ്യമായി അവളുടെ ഉള്ളം ഒരാൾക്ക് വേണ്ടി തുടിക്കുന്നത് പോലെ തോന്നി. ഭയമാണോ, ബഹുമാനമാണോ, സ്നേഹമോ, അതോ മറ്റെന്തെങ്കിലും വികാരമോ? അവൾക്കത് വേർതിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആദ്യമായാണ് ഈ അനുഭവം. ആദിത്യനിൽ നിന്നും കിട്ടിയിട്ടില്ലാത്തത്. അവളൊന്ന് പിടഞ്ഞുപോയി. മീര. പപ്പൻ്റെ കണ്ണുകളിൽ പ്രണയം നിറച്ചു വിളിച്ചു. അവൾ മൂളിക്കേട്ടില്ല. ചെറുവിരലിൽ നിന്നുള്ള അവൻ്റെ പിടി വിടുവിച്ചുമില്ല. പകരം തിരിഞ്ഞ് അവനെ നോക്കി മുഖം കുനിച്ചു നിന്നു, ഒട്ടൊരു വെപ്രാളത്തോടെ. എൻ്റെ കൂടെ വൈകിട്ടൊന്ന് പുറത്തേക്ക് വരുമോ? പ്രതീക്ഷയോടെ നോക്കുന്ന പപ്പൻ്റെ കണ്ണുകളെ അവൾ മുഖമുയർത്തി നോക്കി. എന്തുകൊണ്ടോ ആ കണ്ണുകളിൽ നിന്നും മിഴിയെടുക്കുവാൻ പെണ്ണിന് തോന്നിയില്ല. എങ്കിലും ആ നോട്ടത്തിലെ തീഷ്ണത അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. ആ, എവിടേക്കാണെന്നവൾ ചോദിച്ചില്ല. എന്തിനാണെന്നവൾ ചോദിച്ചില്ല. മക്കളെ കൂടെ കൂട്ടണോ എന്ന് പോലും അവൾ അപ്പോൾ അറിയാൻ ശ്രമിച്ചില്ല. വെറുതെ മൂളിക്കൊണ്ട് സമ്മതം നൽകി. പപ്പൻ അവളിൽ നിന്നും മെല്ലെ കൈവിരലുകൾ അകത്തി മാറ്റിയതും മീര അവനെ ഒന്ന് കടാക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മോനെ, അത് പിന്നെ ഞാൻ ഇക്കാര്യത്തിൽ. ചന്ദ്രമംഗലത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് ദേവദത്തൻ അനിരുദ്ധിൻ്റെ മുഖത്തേക്ക് ഒട്ടൊരു വല്ലായ്മയോടെ നോക്കി. അടുത്തായി പപ്പനും ചുവരിൽ ചാരി നിന്നിരുന്നു. രശ്മിയുടെയും അവൻ്റെയും വിവാഹകാര്യം സംസാരിക്കുവാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അടഞ്ഞുകിടന്ന വാതിൽ കണ്ടവർ ചന്ദ്രമംഗലത്തേക്ക് എത്തിയതാണ്. രശ്മിയെ ഫോൺ വിളിച്ചിട്ട് ആണെങ്കിൽ അവൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്കിൾ, ഇവിടുള്ളവർ പറഞ്ഞാൽ ആൻറ്റി കേൾക്കും. വേറൊരു പെൺകുട്ടിയെ ആ സ്ഥാനത്ത് കാണുവാൻ എനിക്ക് കഴിയാഞ്ഞിട്ടാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് രശ്മിയെ. സോപാനപ്പടിയിൽ അയാൾക്കെതിരായി ഇരുന്നവൻ അവർക്ക് മുൻപിൽ മനസ്സ് തുറന്നു. പക്ഷേ പപ്പന് പിറകിൽ നിന്നിരുന്ന മീരയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. മാത്രമല്ല, എനിക്കിങ്ങനൊരു ഇഷ്ടം മനസ്സിലുണ്ടെന്നുള്ള കാര്യം അവൾക്ക് അജ്ഞാതമായിരുന്നു താനും. പക്ഷെ പത്മനാഭൻ്റെ മുഖത്തെ കൂസലില്ലായ്മ മീരയിൽ തെല്ലൊരാശങ്കയുണ്ടാക്കി. കാരണം ആളിനിക്കാര്യം മുൻപേ തന്നെ അറിയാമായിരുന്നു എന്ന് പോലും അവളപ്പോൾ സംശയിച്ചു. മോനെ, നിന്നെ പപ്പൻ പറഞ്ഞ് എനിക്കറിയാം. നീ നല്ലവനാണ്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് നാണിയെ നിർബന്ധിക്കാൻ പറ്റുമോ? അയാൾ കൈമലർത്തി. അങ്കിൾ പറഞ്ഞാൽ രശ്മിയുടെ അമ്മ കേൾക്കില്ലേ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. വേറൊരു വീട്ടിൽ നിന്നുള്ള ആലോചന ആയിരുന്നെങ്കിൽ എനിക്ക് മുഖവുരിയൊന്നും കൂടാതെ നാണിയോട് സംസാരിക്കാമായിരുന്നു. പക്ഷേ മുല്ലശ്ശേരിയിലെ ആയോണ്ട്. അയാളൊന്ന് ആയത്തിൽ നെടുവീർപ്പെട്ടുകൊണ്ട് തൻ്റെ നിസ്സഹായത പുറത്തേക്ക് വെളിപ്പെടുത്തി. കുറച്ചു നിമിഷങ്ങൾ അവർക്കിടയിൽ മൗനമായി കടന്നുപോയി. മീര. പൊടുന്നനെ ദേവരാജൻ അവളെ വിളിച്ചു. എന്തോ? അവൾ കുറച്ചുകൂടി മുൻപിലേക്ക് കയറി നിന്നുകൊണ്ട് ഭവ്യതയോടെ വിളി കേട്ടു. ഇതിൽ മോളുടെ അഭിപ്രായം എന്താണ്? ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് എന്തു പറയണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അനി നല്ലൊരു ചെക്കനാണ്, സ്വഭാവശുദ്ധിയുള്ളവൻ, കാണാനും സുന്ദരൻ. ഒരിക്കലും രശ്മിക്കൊരു സങ്കടം അവനാൽ ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പുമാണ്. പക്ഷേ ആ വീട്, അവിടുള്ള മനുഷ്യർ, അതൊക്കെയാണ് തന്നെ അതിൽ നിന്നും ഒക്കെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഈ കല്യാണം നടന്നാൽ താൻ അവിടെ അനുഭവിച്ച ദുരിതങ്ങൾ തൻ്റെ അനിയത്തി കൂടി അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളത് അവളെ. ഞാനിതിൽ എന്തഭിപ്രായം പറയാനാണ് അച്ഛേ? ചിറ്റയോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? ആദിയോടെ അവൾ കൈവെള്ള രണ്ടും കൂട്ടിത്തിരുമി. അവൾക്ക് കൊള്ളണോ തള്ളണോ എന്നൊരു അവസ്ഥയായിരുന്നു. അത് ചോദിക്കണം. നാണിയോടെ ചോദിക്കാതെ പറ്റില്ലല്ലോ. മൂത്ത മകൾ ദുരിതങ്ങൾ അനുഭവിച്ച് ഡിവോഴ്സ് നേടിയ ഒരു വീട്ടിലേക്ക് ഇളയ മകളെ ഒരമ്മ എങ്ങനെ പറഞ്ഞയക്കും? എനിക്കെന്തോ ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല നീ. ഇവിടെ എൻ്റെ മകളാണെങ്കിലും ഞാനിങ്ങനെയൊക്കെ ആലോചിക്കൂ. ദേവരാജൻ ഉള്ളിലുള്ളത് വെട്ടി തുറന്നു പറഞ്ഞു. അതല്ലേ എനിക്കറിയാം അങ്കിൾ. നിങ്ങളുടെ ആലോചനകളും പേടിയുമൊക്കെ ശരിയുമാണ്. പക്ഷേ ഇവിടെ ജീവിക്കേണ്ടത് ഞങ്ങളല്ലേ? വേണമെങ്കിൽ ആ വീട്ടിൽ നിന്നും മാറി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അനിയുടെ സംസാരം വളരെ ദയനീയമായിരുന്നു. അവൻ രശ്മിക്ക് വേണ്ടി ആരുടെയും കാലു പിടിക്കുമെന്ന് വരെ പപ്പന് തോന്നിപ്പോയി. അനി, നമുക്ക് ആദ്യം ഇക്കാര്യം നാണിയമ്മയെ കണ്ട് അവതരിപ്പിക്കാം. അവരല്ലേ അവരുടെ മകളുടെ കാര്യം തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമ്മൾ തമ്മിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിച്ചതുകൊണ്ട് വല്ല വിശേഷവും ഉണ്ടാവുമോ? പപ്പനിടയിൽ കയറി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ സംസാരം അവിടെ നിന്നു. ഒന്നും ഉണ്ടാവില്ലടോ, എല്ലാം നന്നായി നടക്കും.
ആദിയോടെ തല കുനിച്ചിരുന്ന അനിയുടെ ചുമലിൽ ഒന്ന് തട്ടിയിട്ട് പപ്പൻ അവനെ ആശ്വസിപ്പിച്ചു. നാണി. അപ്പോഴേക്കും മുറ്റത്തിൻ്റെ ഒരു കോണിൽ കൂടി അടുക്കള വശത്തേക്ക് പോകുന്നവരെ ദേവരാജൻ ഉച്ചത്തിൽ കൈയാട്ടി വിളിച്ചു. അവരുടെ കയ്യിൽ പറമ്പിൽ നിന്ന് ശേഖരിച്ച എന്തൊക്കെയോ പച്ചക്കറികൾ ഉണ്ട് താനും. ഉച്ചക്കത്തേനുള്ള ഊണിനായി എന്തൊക്കെയോ പറിച്ചുകൊണ്ട് വരാൻ പോയതായിരുന്നു അവരെന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. എന്താ സാറേ? കയ്യിലിരുന്ന മുഹറം സോപാനപ്പടിയുടെ ഒരരികിലേക്ക് മാറ്റിവെച്ചിട്ട് ഇടുപ്പിൽ കുത്തിയിരുന്ന സാരിത്തുമ്പ് അഴിച്ചിട്ടുകൊണ്ട് അവർ ധൃതിയിൽ അങ്ങോട്ടേക്ക് ചെന്നു, ഭവ്യതയോടെ. ഇങ്ങോട്ട് വായോ. എല്ലാവരിൽ നിന്നും ഇത്തിരി അകന്നു മാറി നിൽക്കുന്നവരെ അയാൾ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. എന്താ? എന്തു പറ്റി? അനിരുദ്ധിനെ കൂടെ അവിടെ കണ്ടപ്പോൾ കാര്യം എന്തോ ഗൗരവത്തിലുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. നാണി, വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. നമ്മുടെ രശ്മി മോളെ അനിരുദ്ധിന് ഇഷ്ടമാണെന്ന്. അവൾക്കൊരു കല്യാണ ആലോചനയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവൾക്കും തിരിച്ചൊരു ഇഷ്ടമുണ്ടെന്നാണ് അനി പറയുന്നത്. അതൊക്കെ പോട്ടെ, ഇതിൽ നിന്റെ അഭിപ്രായം എന്താണ്? അയാൾ സാഗൂത അവരുടെ മുഖത്തേക്ക് നോക്കി. നാണി എന്ത് മറുപടി പറയുമെന്നറിയാനായി അവിടെ കൂടിയിരുന്നവർ പ്രതീക്ഷയോടെ കാത്തു. എന്താണേലും നിന്റെ തീരുമാനം പറഞ്ഞോ നാണി? അനിയെ തന്നെ നോക്കി പകച്ചു നിൽക്കുന്ന നാണിയെ അയാൾ നിർബന്ധിച്ചു. പപ്പനും മീരയും അനിയും എല്ലാവരും അവരെ തന്നെ ഉറ്റുനോക്കി നിന്നു. എൻ്റെ മകൾക്ക് അങ്ങനൊരു ഇഷ്ടമുണ്ടോ? എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവർ ചോദിച്ച ചോദ്യം അതായിരുന്നു. കേട്ടു നിന്നവർ പോലും ആശ്ചര്യപ്പെട്ടു പോയി. ആൻറ്റി, അവൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷേ അവൻ പറഞ്ഞത് പകുതിയാക്കി അവരെ ദൈന്യതയോടെ നോക്കി നിന്നു. എനിക്ക് രശ്മിയോടൊന്ന് സംസാരിക്കണം. നാണി അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ശേഷം എല്ലാവരെയും ഒന്ന് ഗൗരവത്തിൽ നോക്കിയിട്ട് അവിടെ നിന്നും മുറ്റത്തേക്കിറങ്ങി വീട്ടിലേക്ക് നടന്നു. എല്ലാവരും അവർ പോകുന്ന വഴിയെ നോക്കി ആശങ്കയോടെ ഇരുന്നു. പക്ഷേ മീര മാത്രം അവർക്ക് പിന്നാലെ ആദിയോടെ പഞ്ഞു. രശ്മി, എന്താണ് നീ ഒന്നും പറയാത്തത്? അനി പറഞ്ഞ കാര്യം ശരിയാണോ? നാണി അവളിരുന്ന കട്ടിലിന് എതിർവശത്തായി കിടന്ന ഒരു കസേരയിൽ ഇറപ്പുറപ്പിച്ചുകൊണ്ട് ചോദിച്ചു. വളരെ ശാന്തമായി തന്നെ. അടുത്തായി മീരയും നിൽപ്പുണ്ടായിരുന്നു. അതെ അമ്മേ, അവൾ ഇത്തിരി പരിഭ്രമത്തോടെ മറുപടി നൽകി. കാര്യങ്ങൾ അറിയുമ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന അമ്മയെ പ്രതീക്ഷിച്ചിരുന്നവൾക്ക് അവരുടെ ഈ ശാന്തമായ ഭാവം അതൊരു വലിയ അടിയായിപ്പോയി. അമ്മയോട് ഇക്കാര്യം സൂചിപ്പിക്കാൻ താൻ പലതവണ ഒരുങ്ങിയതാണ്. അനിരുദ്ധ് മുല്ലശ്ശേരി കുടുംബത്തിലെ ആളായതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം അവളത് മറച്ചു വെച്ചതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതും ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമായിരുന്നു എന്നതും മറ്റൊരു സത്യം. അതിനിടയിൽ തന്നോട് പറയാതെ അനിരുദ്ധ് കല്യാണക്കാര്യവുമായി ഇവിടം വരെ വരുമെന്നുള്ള കാര്യം ഒട്ടും താൻ പ്രതീക്ഷിച്ചതേയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തലയിൽ കയ്യും താങ്ങിയിരുന്നു. എന്തുകൊണ്ട് ഇക്കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? എല്ലാ കാര്യങ്ങളും എന്നോട് വള്ളിപ്പുള്ളി തെറ്റാതെ പറയുന്നവളായിരുന്നല്ലോ നീ. അവരവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും ആരാഞ്ഞു. കാരണം ഞാൻ പ്രണയിച്ചത് മുല്ലശ്ശേരി വീട്ടിലെ അനിരുദ്ധിനെ ആയതുകൊണ്ട്. അവൾ പതിയെങ്കിലും ഉറപ്പോടുകൂടി പറഞ്ഞു. ഇനി എന്താണ് നിന്റെ തീരുമാനം? അവരവളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് കസേരയിലൊന്ന് ഇളകിയിരുന്നു. മകളുടെ ഉത്തരവും കാത്ത്. അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അമ്മ സമ്മതിച്ചാൽ മാത്രം. അവൾ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് മാത്രം അവൾ തെല്ലും ഞെട്ടിയില്ല. ഈ കല്യാണം നടക്കില്ല. കാരണം അമ്മയുടെ സമ്മതമില്ലാതെ ഈ രശ്മി സുമംഗലി ആവില്ല. അവളും അതേ രീതിയിൽ മറുപടി നൽകി. ഇനി എന്താണ് നിന്റെ തീരുമാനം? അവർ കണ്ണുകൾ കുറിപ്പിച്ചവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ അനുഗ്രഹിച്ചും കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ ഞാൻ അനിരുദ്ധിൻ്റെ കൂടെ സന്തോഷത്തോടെ പോകും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അമ്മയുടെ മകളായി മാത്രം ഇവിടെ ഉണ്ടാവുമ്പോൾ. അത് പറയുമ്പോൾ ഉള്ളം തേങ്ങിയെങ്കിലും അവളുടെ ഒച്ച ഒട്ടും വിറച്ചില്ല. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിനക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ എന്തിനാണ് നീ ആ കുടുംബത്തിൽപ്പെട്ടവനെ പ്രണയിച്ചത് രശ്മി? ഒഴിവാക്കാമായിരുന്നില്ലേ നിനക്ക്? അവർ പെണ്ണിനെ ഒന്ന് ഇരുത്തി നോക്കി. അമ്മേ, ഞാൻ അനിയെയാണ് പ്രണയിച്ചത്. അദ്ദേഹം ആ കുടുംബത്തിലെ അംഗമായത് അദ്ദേഹത്തിൻ്റെ തെറ്റാണോ? അനിരുദ്ധ് നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ ഇഷ്ടം ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും ഈ വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടെ നടക്കില്ലെന്നും പറഞ്ഞ്
എന്നെ ഇതിൽ നിന്നും പല പ്രാവശ്യം തടയാൻ ശ്രമിച്ച ആളാണ്. പക്ഷേ പിന്നെ എപ്പോഴും അവൾ ആ വാക്ക് പൂർത്തിയാക്കിയില്ല. ദൈന്യതയോടെ നാണിയെ ഒന്ന് പാളി നോക്കി. അവൻ നല്ലവനായിരിക്കും, പക്ഷേ ആ കുടുംബത്തിൽ ചെന്നാൽ നീ എങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കും രശ്മി? നിന്റെ ചേച്ചിയുടെ ജീവിതം നീ കൺമുൻപിൽ കണ്ടവളല്ലേ? ആ കുടുംബത്തിലേക്ക് തന്നെ നിന്നെ ഞാൻ എങ്ങനെ മനസ്സുറപ്പിച്ച് പറഞ്ഞു വിടും? മുല്ലശ്ശേരി വത്സല നിന്നെ അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമോ? നിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ എങ്ങനെ ഇവിടെ ഊരുറപ്പിച്ചിരിക്കും? നാണി അവരുടെ ആവലാതികൾ മകൾക്ക് മുൻപിൽ നിരത്തി. അടുത്തു നിന്ന് മീരയ്ക്കും നാണി പറയുന്നതാണ് ശരിയെന്ന് ആ നിമിഷം തോന്നിപ്പോയി. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം ആൻറ്റി. പറ്റുമെങ്കിൽ വേറൊരു വീടെടുത്ത് മാറി താമസിച്ചോളാം. പുറത്തു നിന്നും കേട്ട അശരീരി ശബ്ദം അനിരുദ്ധൻ്റേതാണെന്ന് മനസ്സിലാക്കുവാൻ അവിടെ ആർക്കും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എന്താ നാണി നിൻ്റെ അഭിപ്രായം? ഇവിടെ ഒരു അഭിപ്രായം പറയേണ്ടത് നീയാണ്. മുല്ലശ്ശേരിയിലേക്കായതുകൊണ്ട് മാത്രം എനിക്കിതിലൊരു തീരുമാനമെടുക്കാനാവുന്നില്ല. നമ്മുടെ രശ്മി മോളെ അങ്ങോട്ടേക്ക് വിട്ടാലും അനിയുടെ അമ്മ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ നമ്മുടെ പിള്ളേരുടെ സ്നേഹം കാണുമ്പോൾ... അത്രയും നേരം ഗൗരവമായി സംസാരിച്ചു കൊണ്ടിരുന്ന ദേവരാജൻ അവസാനം എത്തിയപ്പോൾ ഒരു ചോദ്യം എറിഞ്ഞു. അതും തനിക്കെതിരായി കസേരയിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന അനിരുദ്ധനെയും ആ കുഞ്ഞു വീടിൻ്റെ ഹാളിനോട് ചേർന്ന ചുവരിൽ ചാരി നിൽക്കുന്ന മീരയുടെ അരികിലായി നിലയുറപ്പിച്ച രശ്മിയെയും ഒന്ന് പാളി നോക്കിക്കൊണ്ട്. അത് പിന്നെ ഞാൻ... നാണിയൊന്നും മിണ്ടിയില്ല. മൗനമായി മകളെയും ഉറ്റുനോക്കിക്കൊണ്ട് അവർക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നം പോലെ നോക്കി നിന്നു. അവർക്കൊരു തീരുമാനമെടുക്കാനാവുന്നുണ്ടായിരുന്നില്ല. എത്രയൊക്കെ സ്നേഹമുള്ളവനാണ് അനിയെങ്കിലും മുല്ലശ്ശേരി വീട്ടിലെ രശ്മിയുടെ ഭാവി അവരെ അതിൽ നിന്നും പിന്നിലേക്ക് വലിച്ചു. പക്ഷേ മകളുടെ പ്രണയവും അതിനോടനുബന്ധിച്ച് അവളെടുത്ത തീരുമാനവും അവരെ വീണ്ടും ചിന്തിപ്പിക്കുവാൻ ഉതകുന്നതായിരുന്നു. താനൊരിക്കലും ഒരു പ്രണയവിവാഹത്തിനെതിരല്ല. മകളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും അവളെ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് കഴുത്തു കുനിച്ച് കൊടുക്കണമെന്ന് പറയുന്ന ഒരു കുലസ്ത്രീയായ അമ്മയും അല്ല. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. മീരയുടെ കണ്ണീര് വീണ ആ വീട്ടിലേക്ക് തൻ്റെ മകളെ താൻ എങ്ങനെ മനസ്സുറപ്പിച്ചു വിടും? ഒരു തീരുമാനമെടുക്കാനാവാതെ അവർ കുഴങ്ങി. നാണിയമ്മേ, പപ്പൻ അവരെ സ്നേഹത്തോടെ വിളിച്ചു. അവൻ്റെ വിളിയാണ് ആ സ്ത്രീ മനസ്സിനെ മതിക്കുന്ന ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് തന്നെ. നാണിയമ്മയുടെ മനസ്സിലുള്ള ആശങ്കകൾ ഏതമ്മമാർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇവരിത്രമേൽ സ്നേഹിച്ച സ്ഥിതിക്ക് അവരെ രണ്ടിനെയും നമ്മൾ പിരിക്കേണ്ട കാര്യമുണ്ടോ? മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് രണ്ടുപേരും പറയുന്നത് തന്നെ. അങ്ങനെയപ്പോൾ ഇത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്? ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അനി വേറെ മാറി താമസിക്കാമെന്ന് പറയുന്നില്ലേ? അനിയുടെ മുഖഭാവവും ആ സങ്കടവും കണ്ടിട്ട് സഹിക്കാനാവാതെ പപ്പൻ അവനെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞു. മറുപടിയായി അവരൊന്ന് മൂളിക്കേട്ടു. അമ്മേ. പൊടുന്നനെ അനി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ മുൻപിലേക്കായി ചെന്ന് നിന്നു. ആൻറ്റിയിൽ നിന്നും അമ്മയിലേക്കുള്ള അവൻ്റെ വിളിയിലെ മാറ്റം അവിടെ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു. എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതുവരെ ഒരമ്മയുടെ സ്നേഹം എനിക്ക് കുഞ്ഞുനാളിലെ തൊട്ട് കിട്ടിയിട്ടില്ല. അമ്മയ്ക്കിന്ന് ഏട്ടൻ മാത്രമായിരുന്നു വലുത്. അതിനിപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല താനും. അവൻ സ്വയം പുച്ഛിച്ചുകൊണ്ട് നാണിയുടെ ഇരു കൈകളും കവർന്നുകൊണ്ട് തുടർന്നു. ഇതൊക്കെ ഞാനെന്തിനാ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിനിയെങ്കിലും ഒരമ്മയെ വേണം. ആ സ്നേഹം വേണം. അമ്മ പറയുന്നത് പോലെയൊക്കെ ഞാൻ കേട്ടോളാം. വേറൊരു വീടെടുത്തോളാം. കെട്ടുകഴിഞ്ഞ് രശ്മി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ പൊയ്ക്കോളാം. കൂടെ അമ്മയും വേണം എനിക്ക്. പക്ഷേ അവളെ ഉപേക്ഷിക്കാൻ മാത്രം അമ്മ എന്നോട് പറയരുത്. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാണ്. വാക്കുകൾ ഇടറാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് അനിയത് പറഞ്ഞത്. കേട്ട് നിന്നവർ പോലും വല്ലാണ്ടായി പോയിരുന്നു. നാണിയുടെ മുമ്പിൽ അവരുടെ കൈകളും കവർന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ടപ്പോൾ അത്രയും നേരം ശരിയും തെറ്റും ആലോചിച്ചു കൊണ്ടിരുന്ന ദേവരാജൻ്റെ മനസ്സ് പോലും ഒന്ന് ചലിച്ചുപോയി. കോടികളുടെ ആസ്തിയുള്ളൊരു ബിസിനസ്സുകാരൻ തൻ്റെ പ്രണയത്തിന് വേണ്ടി ഒരമ്മയോട് കെഞ്ചുന്നു. അല്ലെങ്കിൽ തന്നെ പ്രണയത്തിനും ഇഷ്ടത്തിനുമൊക്കെ മുൻപിൽ പണക്കാരനെന്നോ പാമരനെന്നോ വേർതിരികൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ രശ്മിക്കത് കണ്ടപ്പോൾ തൻ്റെ നെഞ്ചു പിടയുന്നത് പോലെയാണ് തോന്നിയത്. തനിക്ക് വേണ്ടി തൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് കേടുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. അവൾ വിതുമ്പിക്കരഞ്ഞു. ഹൃദയം പൊട്ടിക്കരഞ്ഞു. അത് പൊതിയെ പൊട്ടിക്കരച്ചിലേക്ക് വഴിമാറിയതും നാണിയമ്മ അനിയുടെ കൈ വിടുവിച്ച്
മകളുടെ അരികിലേക്ക് പാഞ്ഞു വന്നത് ഒരുപോലെയായിരുന്നു. എൻ്റെ മോളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാനൊന്നും ചെയ്യില്ല. എനിക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതം. രശ്മിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് എല്ലാവരോടുമായി അവരത് പറയുമ്പോൾ കേട്ടുനിന്ന അനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴവനെ തോളോട് ചേർത്ത് പിടിക്കാൻ പപ്പൻ അവൻ അരികിലേക്ക് നടന്നു. മീരയും ദേവരാജനും പരസ്പരം സന്തോഷത്തോടെ പുഞ്ചിരി പൊഴിച്ചു. ഇരു വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ 2 കല്യാണങ്ങളും നമുക്ക് ഒരുമിച്ച് നടത്താം. അപ്പോഴേക്കും ആനിക്ക് ഡിവോഴ്സും കിട്ടുമല്ലോ. തമാശയോടെയാണ് ദേവരാജൻ അത് പറഞ്ഞതെങ്കിലും അനിയുടെ മനസ്സിൽ അത് പുതിയ ആലോചനകൾക്ക് വഴിയൊരുക്കിയിരുന്നു. സന്ധ്യ വരവറിയിക്കാൻ തുടങ്ങിയിരുന്നു. ചുവപ്പു നിറം പടർന്നിറങ്ങിയ ഛായാചിത്രം പോലെ പച്ചപ്പ് നിറഞ്ഞ പാടം ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്നു. വിളവെടുപ്പിൻ്റെ സമയമായതിനാൽ അവിടെ മുഴുവനും പലതരത്തിലുള്ള പക്ഷികളുടെ ചിലകൊണ്ട് മുഖരിതമായിരുന്നു. ഇതെല്ലാം നമ്മുടെ കേട്ടോ. പാടവരമ്പിൽ കൂടി ആളിന് പിന്നിലായി നടക്കുമ്പോൾ ഓരോന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു കൊള്ളുന്നുണ്ടായിരുന്നു. ആ, പതിവ് പോലെ താൻ അപ്പോഴും ഒന്ന് മൂളി കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചു. പപ്പേട്ടാ, എന്താ നടക്കാറിണങ്ങിയതാ? എതിരായി വരുന്ന ഓരോരുത്തരും ആളെ നോക്കി സ്നേഹത്തോടെ കുശലം ചോദിക്കുന്നത് കണ്ടു. പാണത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഉച്ചയ്ക്ക് കഴിക്കാനായി ചോറ് കൊണ്ടുവന്ന കാലിയായ തൂക്കുപാത്രമൊക്കെ കൊണ്ടാണ് തിരിച്ചു പോക്ക്. രാവിലെ തൊട്ട് അന്തിയോളം പണിയെടുത്ത് ജീവിക്കുന്ന കുറേ പച്ചയായ നല്ല മനുഷ്യർ. ഇവിടെ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വേർതിരിവ് കാട്ടാത്ത ലോകമാണ്. അവരെല്ലാവർക്കും ആൾ പൊപ്പേട്ടനാണ് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതിൽ പ്രായക്കൂടുതലുള്ളവരും നേഴ്സറിൽ പഠിക്കുന്ന ഉണ്ണികൾ പോലും പെടും എന്നത് മറ്റൊരു സത്യം. വെറുതെ ഇങ്ങനെ നടക്കാനിറങ്ങിയതാ. ആളും എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നുണ്ട്. എല്ലാവർക്കും ചന്ദ്രമംഗലത്തെ പപ്പനോട് സ്നേഹമാണ്, ബഹുമാനമാണ്, വാത്സല്യമാണ്. അതുമാത്രം ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് തനിക്ക് മനസ്സിലായ കാര്യമാണ്. വീണ്ടും കുറേ പേര് കൂടി അവരെയും കടന്നുപോയി. എല്ലാവരോടും പതിവ് കുശലങ്ങളും സംഭാഷണങ്ങളും നടത്തി ഒരു പുഞ്ചിരി നൽകി ആളും മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. പാടത്തെ ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. പപ്പേട്ടൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് നിശബ്ദയായി താനും ആളിൻ്റെ പിന്നാലെ കാലുകൾ നീക്കി. ഇരുന്നോളൂ. കുറച്ചു മാറി തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ ആൽമരത്തിന് ചുവട്ടിൽ സിമൻറ്റ് കൊണ്ട് ഇത്തിരി ഉയരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ തറ കാട്ടി പപ്പേട്ടൻ കയറിയിരിക്കുവാൻ പറഞ്ഞപ്പോൾ ആളിൽ നിന്ന് ഒരു കയ്യകലം ദൂരത്തിൽ ഞാനിരുന്നു. എന്തിനാണോ തന്നെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അറിവില്ലാത്തത് കൊണ്ട് തന്നെ താനും അപ്പോൾ നിശബ്ദയായിരുന്നു. മീര. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പപ്പേട്ടൻ വിളിച്ചു. വളരെ പതിയെ. താൻ അങ്ങോട്ടേക്ക് മുഖം ചരിച്ച് നോക്കി. ആളിൻ്റെ നോട്ടം അപ്പോഴും നീണ്ടു നിവർന്നു കിടക്കുന്ന പാടത്തേക്കാണ്. എന്തോ ആലോചിക്കുന്നു എന്ന വണ്ണം ആ മുഖം ഇത്തിരി ഗൗരവത്തിലായിട്ടുണ്ട്. തനിക്ക് എന്നെക്കുറിച്ച് വല്ലതും അറിയോ? അതെ, എൻ്റെ പാസ്റ്റ്. പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം പപ്പേട്ടനിൽ നിന്നും കേട്ടതിനാലാവാം തൻ്റെ മുഖമൊന്ന് ചുളുങ്ങിയത്. ആളെന്തൊക്കെയോ പറയുവാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെന്നുള്ളത് അപ്പോഴാണ് തനിക്ക് മനസ്സിലായത് തന്നെ. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് ആ കണ്ണുകൾ തന്നെ സംശയത്തോടെ ഒന്ന് നോക്കുന്നത് കണ്ടു. പപ്പേട്ടൻ്റെ ഭൂതകാലം ചിറ്റ പറഞ്ഞ് തനിക്കറിയാമെന്നുള്ള കാര്യം ആളിനറിയില്ലല്ലോ. തനിക്കറിയായിരിക്കും. നന്ദനെ ഞങ്ങൾ ഒരിക്കൽ പ്രണയിച്ചവരാണ്. 2-2.5 വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട്. ഞാനവളെ അകറ്റി നിർത്തുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പപ്പേട്ടൻ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നവനെ പോലെ തലയൊന്ന് കുടയുന്നത് കണ്ടു. ചിലപ്പോൾ അനിയത്തിയുടെ ഓർമ്മകൾ ആൾക്ക് തികട്ടി വന്നതാവാം. എനിക്കെന്തോ ആ മനുഷ്യൻ്റെ ആ ഭാവം വളരെ പുതുമയുള്ളതായിരുന്നു. എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിയോടെ ശാന്തമായി സംസാരിക്കുന്ന പപ്പേട്ടൻ്റെ തകർന്ന ഭാവം. എനിക്കറിയാം. ഏട്ടൻ്റെ സങ്കടത്തോടെയുള്ള മുഖം കാണാൻ ആവതില്ലാത്തവളെ പോലെ പെട്ടെന്ന് എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ചാടിക്കയറി പറഞ്ഞു. ആളിൻ്റെ കണ്ണുകൾ പൊടുന്നനെ വിടരുന്നതും അതിശയത്തോടെ എൻ്റെ മുഖത്തേക്ക് സഞ്ചാരപാത തീർക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെ? പപ്പേട്ടൻ്റെ മുഖത്തെ ഞെട്ടൽ താൻ ഉള്ളിൽ ആസ്വദിച്ചു. എങ്കിലും പുറമേ കാട്ടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ചിറ്റയും രശ്മിയും പറഞ്ഞു തന്നിരുന്നു. ഞാൻ മുഖം കുനിച്ചിരുന്ന് മറുപടി നൽകി. അപ്പോൾ എല്ലാം അറിയാമായിരുന്നല്ലേ? പപ്പേട്ടൻ്റെ വാക്കുകളിൽ അപ്പോൾ ഒട്ടൊരു ആശ്വാസം ഇറങ്ങിയിരുന്നു. ഒരു ജീവിതം തുടങ്ങുമ്പോൾ പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ എന്നോർത്ത് പറയാൻ വേണ്ടിയാ തന്നെ ഞാനിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ആളിൻ്റെ ചമ്മൽ മറയ്ക്കുന്ന മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമായിരുന്നപ്പോൾ ഞാനൊന്ന് ചിരിച്ചു വെറുതെ. എന്തിനോ വേണ്ടി ശബ്ദമില്ലാതെ.
നിമിഷങ്ങൾ കടന്നുപോയി. സന്ധ്യയുടെ ചുവപ്പ് മാറി അവിടെ ഇരുട്ട് പടരുവാൻ തുടങ്ങി. ഞങ്ങൾ ഇരുവരും പരസ്പരം മിണ്ടിയില്ല. പാടത്തെ ഇരുട്ടിൽ മിന്നുകയും കെടുകയും ചെയ്യുന്ന അലങ്കാര ബൾബുകളെ പോലെ പാറി നടക്കുന്ന മിന്നാമിന്നി കൂട്ടങ്ങളിലേക്കായിരുന്നു തങ്ങളുടെ ഇരുവരുടെയും നോട്ടം അപ്പോൾ പോയത്. അവ പാടത്തുള്ള കാഴ്ചകളെ അവ്യക്തമായി കാട്ടിത്തരുവാൻ പോന്നവയായിരുന്നു. പോവാം, ഇനിയും ഇരുന്നാൽ കുട്ടികൾ സങ്കടപ്പെടും. ആകാശത്ത് പൊടുന്നനെ ഒരു മിന്നലിൻ്റെ തിളക്കം കണ്ടതും ആൾ ഉയർത്തിക്കെട്ടിയ ആൽത്തറയിൽ നിന്ന് ധൃതിയിൽ ചാടിയിറങ്ങുന്നത് കണ്ടു. ഇറങ്ങടോ. ഇനിയും താഴേക്കിറങ്ങാതെ അവിടെ തന്നെ ഇരുന്നതിനാലാവാം പപ്പേട്ടനൊന്ന് ശങ്കിച്ചുകൊണ്ട് തനിക്ക് നേരെ നോക്കിയത്. എനിക്കിറങ്ങാൻ പറ്റുന്നില്ല. മുകളിലേക്ക് ചവിട്ടിക്കയറാൻ വേണ്ടി പടിയുടെ താഴെയായി താങ്ങുപോലെ വെച്ചിരിക്കുന്ന വലിയൊരു കരിങ്കല്ല് ഇരുട്ട് കാരണം കാണാനാവാത്തത് കൊണ്ട് ഞാൻ ഇത്തിരി പേടിയോടെ പറഞ്ഞു. അതുമാത്രമല്ല, പപ്പേട്ടൻ നിന്നാൽ ആളിൻ്റെ തെഞ്ച് വരെയുണ്ട് ആൽത്തറയുടെ ഉയരം. കൈതാ, ഞാൻ പിടിക്കാം, എന്നിട്ട് സൂക്ഷിച്ചിറങ്ങ്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോണിൻ്റെ ടോർച്ച് ലൈറ്റ് തെളിയിച്ച് വെട്ടം പുറത്തേക്ക് കിട്ടുന്ന രീതിയിൽ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ആൾ തൻ്റെ നേർക്ക് കൈകൾ നീട്ടി. പപ്പേട്ടൻ്റെ വലത്തെ കൈയിലേക്ക് ഞാൻ ഒട്ടൊരു വിറയലോടെ എൻ്റെ കൈ ചേർത്ത് വെച്ചു. പേടിയോ വിറയലോ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. ആ സ്പർശമേറ്റപ്പോൾ തൊട്ട് ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്, പുതുതായിട്ടുണ്ടാവുന്ന വികാരങ്ങളും. പിടിച്ചോടോ. ആളിൻ്റെ ധൈര്യത്തോടെയുള്ള പറച്ചിൽ കേട്ടതും താങ്ങുപോലെ ഏട്ടൻ്റെ കൈകളിൽ പിടിച്ച് താൻ ഇറങ്ങുവാനായി തുടങ്ങി. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ, താഴെ കിടക്കുന്ന കല്ലിൽ ചവിട്ടാൻ പറ്റാതെ താഴേക്ക് തൻ്റെ കാല് തെന്നിപ്പോയിരുന്നു. പെട്ടെന്നായിരുന്നു പപ്പേട്ടൻ്റെ ഇടം കൈ തൻ്റെ ഇടുപ്പിൽ മുറുകിയത്. എൻ്റെ മാറുടെ ആളിൻ്റെ മുഖത്തമർന്നതിന് ശേഷം താഴേക്ക് തെന്നി നീങ്ങി നെഞ്ചിൽ ചെന്ന് പതിച്ചു നിന്നു. താൻ വീഴുമോ എന്നുള്ള ഭയത്താൽ ഇരു കൈകൾ കൊണ്ടും ആളെന്നെ പെട്ടെന്ന് കൂടുതൽ ഇറക്കി പിടിച്ചു. ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം, ഒരു വലിയ ഇടിമിന്നൽ ഭൂമിയെ വിറപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് ആഞ്ഞു പതിച്ചു. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഞാൻ ഒന്നും കൂടെ ഏട്ടൻ്റെ വിരുമാറിലേക്ക് അമർന്നു. ഏയ്, ഒന്നുമില്ലടോ. ആളിൻ്റെ മെല്ലെയുള്ള ശബ്ദം കാതോരം കേട്ടപ്പോഴാണ് പതിയെ തല പൊന്തിച്ച് നോക്കിയത്. അടുത്തായി താഴെ നിലത്ത് വീണു കിടക്കുന്ന ഫോണിൽ നിന്നുമുള്ള വെട്ടത്തിൽ താൻ കണ്ടു ഒരു വിശ്വാസം അകലത്തിൽ എന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന പപ്പേട്ടനെ. ആ നോട്ടത്തിൽ എന്തോ തീഷ്ണത. കണ്ണുകൾ തിരിച്ചെടുക്കാൻ എനിക്കും തോന്നുന്നുണ്ടായിരുന്നില്ല. ആ നെഞ്ചോരത്ത് നിന്ന് അകലാൻ മനസ്സ് തോന്നുന്നില്ല. ആ കൈക്കുള്ളിൽ അങ്ങനെ തന്നെ കുറേ നേരം കൂടി നിൽക്കുവാൻ എൻ്റെ ഹൃദയം എന്നോട് ഉച്ചത്തിൽ കലഹിച്ചു. ആകപ്പാടെയുള്ള എൻ്റെ മാറ്റങ്ങളെ ഞാൻ കീറി മുറിച്ച് വിശദീകരണം ചെയ്യാനപ്പോൾ എനിക്ക് തോന്നിയില്ല. പേടിച്ചോ? വിട്ടുമാറാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആൾ വീണ്ടും ചോദിച്ചു. ആ, ഞാനൊന്ന് മൂളി മെല്ലെ. പോവാം എന്ന് ചോദിക്കുമ്പോൾ പപ്പേട്ടൻ്റെ കണ്ണുകൾ എൻ്റെ മുഖം മുഴുവൻ അലയുന്നത് കണ്ടു. ആ, ആളിൻ്റെ നെഞ്ചോരം നോക്കിക്കൊണ്ട് ഞാൻ മൂളി. ആ കണ്ണുകളെ നേരിടാനാവാതെ. നാണം എന്ന വികാരം അപ്പോൾ എന്നിന് അത്രമാത്രം വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ പൊടുന്നനെ എന്നിൽ നിന്ന് അകന്നു മാറി നിന്നു. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന ഫോൺ എടുത്ത് അത് കയ്യിൽ പിടിച്ച് എന്നെ നോക്കുന്നത് കണ്ടു. ആ മുഖത്ത് എന്തോ കള്ളത്തരം ചെയ്ത കുട്ടിയുടെ ഭാവങ്ങൾ. നടക്ക്. ടോർച്ച് തെളിച്ചു വരമ്പിലൂടെ മുന്നോട്ടേക്ക് നടക്കുന്നവൻ്റെ പിന്നാലെ ഹൃദയം തുറന്ന് സന്തോഷിച്ചുകൊണ്ട് ഞാനും പാദങ്ങൾ നീക്കി. അപ്പോഴേക്കും മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ഇടി വെട്ടി. ഒരു തുള്ളി വെള്ളം എൻ്റെ കൈയുടെ മുകളിൽ വീണ് ചിന്നി ചിതറി മണ്ണിലേക്ക് വീണു. വേഗം വാ. ചിണുങ്ങിക്കൊണ്ട് വിരുന്നറിയിച്ച ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയതും പപ്പേട്ടൻ തൻ്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് ഓടുവാൻ തുടങ്ങിയിരുന്നു. പാതിരാത്രിയിൽ അഴിച്ചുവിട്ട കോഴിയെപ്പോലെയായിരുന്നു ഞാനപ്പോൾ. കാണാത്ത ലോകം, ഇതുവരെ അനുഭവിക്കാത്ത വികാരങ്ങൾ, മഴയുടെ തണുപ്പറിഞ്ഞുള്ള യാത്ര, കൂടെ പ്രണയത്തിൻ്റെ ചുവപ്പ് എൻ്റെ കവളിൽ പടരുന്നുണ്ടോ എന്നൊരു കുഞ്ഞു സംശയവും.